സമയം വൈകിട്ട് 6:30 ആവാറായി. പെട്ടെന്ന് ജോലി തീർക്കണം, അതിൻ്റെ ഒരു തത്രപ്പാടിലാണ്. എന്നിട്ട് വേണം ജൂലൈ 5 തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദിയോഗി റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ആദിയോഗിയിലോട്ടുള്ള യാത്ര എൻ്റെ സമുറായിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഏകദേശം 410 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്, തിരുവനന്തപുരം ടു ആദിയോഗി വരെ. അതായത് ടോട്ടൽ ഒരു 820 കിലോമീറ്റർ മേളിൽ കവർ ചെയ്യണം. അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ RC390 തന്നെയാണ്. പക്ഷേ എല്ലാ സാഹചര്യത്തിലും ഞാൻ ബെറ്റർ ഓപ്ഷനെ ചേസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ ഈ യാത്ര സമുറായിൽ തന്നെയാണ്. മഴ സമയം ആയതുകൊണ്ട് തന്നെ ഷൂവും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. സാധാ ഒരു ചെരുപ്പിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ എക്സ്ട്രാ ഒരു ഉടുപ്പും പാൻറ്റും ബാഗിനകത്തുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ 5 മുന്നേ യാത്ര തുടങ്ങണം. അത് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ലൈഫിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഇപ്പം എൻ്റെ കൂടെ ഇല്ല, ഞങ്ങൾ പിരിഞ്ഞിട്ട് 2 വർഷമായി. ആ വ്യക്തിയുടെയും എൻ്റെയും ബർത്ത്ഡേ ഒരേ ദിവസം തന്നെയാണ്, ജൂലൈ 5. ചിലപ്പോൾ ഇന്നേക്കാ സമയം ആ വ്യക്തി പുതിയൊരാളുടെ കൂടെ ലൈഫിൽ എൻജോയ് ചെയ്ത് പുതിയ ഡ്രീമൊക്കെ സ്വപ്നം കണ്ട് അടിച്ചു പൊളിച്ച് നടക്കുകയായിരിക്കും. ഇതെല്ലാം കൂടെ ആലോചിച്ച് ഭ്രാന്ത് കയറി എന്തിനാ കരഞ്ഞു വിളിച്ചിരിക്കുന്നത്. അതിന് പകരം ഞാൻ കണ്ടുപിടിച്ചൊരു സൊല്യൂഷനാണ്, ജൂലൈ 5 തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ബൈക്കിന് മുകളിലായിരിക്കണം. എവിടോട്ടെങ്കിലും ഒരു ലോങ് റൈഡ് പോയിരിക്കണം. അത് കഴിഞ്ഞ കൊല്ലവും ഇതുപോലെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ വട്ടം ആ യാത്ര വാൾപ്പാറയിലേക്കായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ നേരെ വന്നത് എൻ്റെ സ്വന്തം സ്ഥലമായ കൊല്ലം അഞ്ചലിലേക്കാണ്. എൻ്റെ കൂട്ടുകാരനെ പിക്ക് ചെയ്യണം. ഈ യാത്ര ഞങ്ങൾ 2 പേരും കൂടെ എൻ്റെ സമുറായിലാണ് പോകുന്നത്. ഞങ്ങളുടെ എല്ലാ യാത്രയും തുടങ്ങുന്നത് ഒരു ചായകുടിയിൽ നിന്നാണ്. ഇപ്പോൾ നിൽക്കുന്നത് പുനലൂരാണ്. ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് വേണം ഒഫീഷ്യലി ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ. യാത്ര പോകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ചിലവ് കുറവുള്ളൊരു കാര്യമാണ് ഫുഡ്. രാത്രി ഒരു പൊറോട്ട, കറി പോലും വേണ്ട, ഒരു ചായ, ഇത്രയും കിട്ടിയാൽ തന്നെ ഞങ്ങളുടെ കാര്യം കുശാലാണ്. തോട്ടുങ്കൽ പീടിക എന്ന് പറയുന്ന സ്ഥലം എത്തിയപ്പോൾ ഒന്ന് നടു നൂർക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ കിടന്നു. ഒരു 50 കിലോമീറ്റർ പോലും തികച്ച് എൻ്റെ വണ്ടിയുടെ പുറകിലിരിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തന്നെ ആർക്കും പരിഭവവും ഇല്ല, പരാതിയില്ല. കുറേ നേരം കിടന്നാൽ ഉറക്കം വരുമെന്ന് കൂട്ടുകാരൻ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവിടെ കുത്തിയിരിപ്പ് തുടങ്ങി. ഒപ്പം നമ്മുടെ ട്രെൻഡിങ് പാട്ടായ ആസക്കൂടെ. സ്ഥലം തൃശ്ശൂരാണ്. സമയം ഒരു 4 മണി ആവാറായിട്ടുണ്ട്. മഴയാണ്, പക്ഷെ 100ൻ്റെ റെയിൻകോട്ട് കയ്യിലുണ്ട്, വലിയ കുഴപ്പമില്ല. എന്നിരുന്നാലും വണ്ടിയിൽ അധിക നേരം പുറകിലിരിക്കാൻ പറ്റാത്തതുകൊണ്ടും മഴയും ഇങ്ങനെയുള്ള കുറച്ച് കാരണങ്ങളുമുണ്ട് വിചാരിച്ചതിനെക്കാട്ടി കൂടുതൽ സമയം എടുക്കുന്നുണ്ട് ഞങ്ങൾ കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി. വണ്ടി ഓടിക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതിലുപരി അവനൊരു വണ്ടിപ്രാന്തനാണ് എന്നെ പോലെ. അധികം ഫുഡ് വേണ്ട, സ്റ്റേ അടിക്കാൻ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എത്ര കിലോമീറ്റർ വേണമെങ്കിലും വണ്ടി ഓടിക്കും. അങ്ങനെ പല സിമിലാരിറ്റികളും ഞങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ യാത്രയിൽ അവനെ ഞാൻ കൂടെ കൂട്ടിയത്. രാവിലെ സൂര്യൻ ചേട്ടൻ എണ്ണീറ്റ് വരാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 65 കിലോമീറ്റർ കൂടെ ഉണ്ട് പാലക്കാട് വരെ എത്താൻ നമുക്ക്. തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം. ആദിയോഗിയിലോട്ട് വരുവാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വരിക. അതാണ് എനിക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. കോയമ്പത്തൂർ കയറി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തിരിയുക, ഇവിടുന്ന് വലത്ത് തിരിയില്ല, ഇവിടുത്തെ ഇടത്ത് തിരിയുക, അങ്ങനെ പറയാൻ പറ്റുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഓക്കെ, സോ വരുമ്പോൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വരിക. ഒരു ഡെസ്റ്റിനേഷൻ മനസ്സിൽ ഫിക്സ് ചെയ്ത് ഇങ്ങനെ യാത്ര പോകുമ്പോൾ ആ യാത്രക്കിടയിൽ ഉണ്ടാകുന്ന ക്ഷീണമൊക്കെ മറക്കാൻ ചില സമയങ്ങളിൽ നമുക്കൊരു ബോണസ് കിട്ടാറുണ്ട്. അതുപോലൊരു സാധനമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്. ഇനി ഞാൻ വന്ന റൂട്ട് നിങ്ങളോട് പറയണ്ടേ? ഞാൻ വന്നത് പുനലൂർ, പത്തനംതിട്ട, തൊടുപുഴ, ചാലക്കുടി, തൃശ്ശൂർ, പാലക്കാട്, അവിടുന്ന് കോയമ്പത്തൂർ. ഇങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വന്നത്. 2 സ്ട്രോക്ക് കൊണ്ട് യാത്ര പോകുമ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ചില പമ്പുകളിൽ ടൂറ്റി ഓയിൽ കാണത്തില്ല. ഭാഗ്യത്തിന് ഇവിടെ പാക്കറ്റിൽ ഓയിൽ ഉണ്ടായിരുന്നു. കണക്കിൽ വീക്കായതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്ത് എത്ര പാക്കറ്റ് ഓയിൽ വേണമെന്നും എത്ര രൂപയുടെ പെട്രോൾ വേണമെന്നും ഞാൻ കണ്ടുപിടിച്ച് ചേച്ചിയോട് പറഞ്ഞു. ബോർഡ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ജില്ലയുടെ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന കുതിരാൻ ടണലാണ്. രാവിലെ കോടയൊക്കെ കുറച്ച് ചെറുതായിട്ട് വന്ന് നല്ല അടിപൊളി സുന്ദരിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ കുതിരാൻ ടണൽ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, 2 സ്ട്രോക്കും കൊണ്ട് ഈ കുതിരാൻ ടണലിനകത്തോടെ ഇങ്ങനെ ജെറ്റ് അടിച്ച് പോകുന്നത്. അന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമാണ് എന്നെങ്കിലും സമുറായും കൊണ്ട് ഇതിനകത്തൂടെ പോകണമെന്നുള്ളത്. അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്.
ഏകദേശം ഒരു കിലോമീറ്ററോളം നീളമാണ് നമ്മുടെ കുതിരൻ ടണലിനുള്ളത്. ഒരു അത്യാവശ്യം എക്സോസ്റ്റ് നോട്ടുള്ളൊരു വണ്ടി, 2 സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു ലൗഡ് എക്സോസ്റ്റ് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയും കൊണ്ടൊക്കെ ഇതിനകത്തൂടെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ഒരു കിഡിലോസ്കി മൊമെൻ്റ് ആണ്. എനിക്കിപ്പോൾ അറിയാം നിങ്ങൾ കൂടുതൽ കേൾക്കുന്നത് എക്സോസ്റ്റ് നോട്ടിനെക്കാട്ടിൽ വിന്നോയ്സ് ആണെന്നുള്ളത്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് Insta360 1RS ട്വിൻ എഡിഷൻ ആണ്. അത് കമ്പാരിസൺ വീഡിയോ നോക്കിയപ്പോഴും അതിനകത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ ഉള്ള കാര്യം പറയാം, ഇതിനകത്തൂടെ ഈ വണ്ടിയും കൊണ്ട് പോകുന്നുണ്ടല്ലോ, ഒരു അന്യായ ഫീലാണ്. ഗൈസ്, നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കഴിക്കണം, ഓരോ ചായ കുടിക്കണം, അത് മസ്റ്റാണ്. പക്ഷേ ചായ കുടിക്കാൻ കയറിയ കടയെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പുറകിലത്തെ ആ ബാക്ക്ഗ്രൗണ്ട് കാഴ്ചയാണ്. ആദിയോഗി എത്തുന്നതിന് അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ മുന്നേ കണ്ടൊരു കിടിലം സ്പോട്ടാണിത്. സമയം ഇച്ചിരി താമസിച്ചു പോയി. വെളുപ്പിനേക്ക് എത്തിയിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കാൻ അടിപൊളി സ്ഥലമാണ്, അതിന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. എത്ര കിലോമീറ്റർ ആണെന്ന് കറക്റ്റ് പറയാൻ അറിയാത്തത് കൊണ്ട് അത് പറഞ്ഞ് ഞാൻ കുളമാക്കുന്നില്ല. സ്ഥലം ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഉള്ള കാര്യം ഓപ്പണായിട്ട് തുറന്നു പറയാമല്ലോ, എൻ്റെ വണ്ടിയിൽ അത്യാവശ്യം മണിക്കൂറോളം റൈഡ് കഴിഞ്ഞിട്ട് പിന്നെ പുറകെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ അധികം ബുദ്ധിമുട്ടാണ്. ഒരു 40 കിലോമീറ്റർ പോലും ഞങ്ങൾക്ക് പുറകെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്ര ബുദ്ധിമുട്ടാണ് എൻ്റെ വണ്ടിയുടെ കേസിൽ. കാരണം സീറ്റിന് അത്രയും കുഷിനൊക്കെ കുറവാണ്. പക്ഷേ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ മൈൻഡ് അത്യാവശ്യം നൈസാണ്. ഞങ്ങൾ എങ്ങനെയായാലും റൈഡ് പോകും, എന്തൊക്കെ സീനായ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും. കാരണം ഈ ചോദ്യം എൻ്റെ അടുത്ത് പലരും ചോദിച്ചതാണ്, എങ്ങനെ സമറായാലും അവിടെ വരെ ഇരുന്ന് പോകുന്നുള്ളത്. അതിനുള്ള മറുപടിയാണ് ഇത്. ഒരു 8 കിലോമീറ്റർ മുന്നേ വെച്ച് ചെറിയൊരു പണി കിട്ടി. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ചെയിൻ സ്പ്രോക്കിന്റെ മേലോട്ട് നോക്കിയപ്പോൾ ചെയിൻ്റെ കണി നൈസായിട്ടൊന്ന് ക്രാക്ക് ആയിട്ടിരിക്കുന്നു. RCക്ക് പകരം സമർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും പേടിയായില്ല. കാരണം എങ്ങനെയായാലും ഈ വണ്ടി ഞാൻ തിരിച്ച് വീട്ടിൽ എത്തിക്കും, അതെനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ചിലപ്പം അതെനിക്ക് അത്യാവശ്യം കൂട്ടുകാരി 2 സ്ട്രോക്കിനുള്ളത് കൊണ്ടും അത്യാവശ്യം ഈ വണ്ടി പണിയാൻ അറിയാവുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഒട്ടും പേടിയേ തോന്നിയില്ല. അടുത്തൊരു വർക്ക്ഷോപ്പിൽ കയറ്റി ഇപ്പോഴത്തേക്ക് ഓടുന്ന രീതിയിൽ അവർ ശരിയാക്കി തന്നു. പക്ഷേ അത് ഫുള്ള് കറക്റ്റായിട്ടല്ല ചെയ്തേക്കുന്നത്. കാരണം ഈ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും റൈഡിന് പോകുന്ന രീതിയിൽ സെറ്റാക്കി അവർ തന്നിട്ടുണ്ട്. ഇനി ഒരു 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ ആദിയോഗി വരെ. സമയം 11 മണി ആവാറായിട്ടുണ്ട്. ചെയിനിന് കിട്ടിയ പണിയും മഴയും എല്ലാം കൂടെ കാരണം പ്ലാൻ ചെയ്തതിനെക്കാട്ടി വളരെ അധികം താമസിച്ചു പോയി ഞങ്ങൾ ഇവിടെ എത്താൻ വേണ്ടി. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഇട്ട് വേണം ഇങ്ങോട്ട് വരാൻ. വഴി അങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടി പറ്റുന്നതായിട്ട് എനിക്ക് പേഴ്സണലി കോയമ്പത്തൂർ കയറി കഴിഞ്ഞപ്പോൾ തോന്നിയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം വെയിലൊക്കെ ആവുന്നതിന് മുന്നേ ഇവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ വെയിൽ താന്ന് കഴിയുമ്പോൾ ഇവിടെ എത്താൻ വേണ്ടി നോക്കുക. എൻ്റെ പ്ലാനിങ് ഇങ്ങ് വെളുപ്പിനെ ഇങ്ങ് എത്തണം എന്നായിരുന്നു. വന്ന് ഇവിടെ സ്ഥലങ്ങളെല്ലാം കണ്ട് ആശ്രമവും സന്ദർശിച്ചതിന് ശേഷം വെളിയിൽ പോയി കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അവിടെയും കണ്ടിട്ട് വൈകിട്ട് തിരിച്ചു വന്ന് ലേസർ ഷോയും കണ്ടിട്ട് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ പ്ലാനുകളെല്ലാം കുളമായിട്ടുണ്ട്. ആസ് യൂഷ്വൽ പ്ലാനുകളെല്ലാം കുളമായിട്ടുണ്ട്. നല്ല വെയിലായി, 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ അവസാനം ആദിയോഗിയുടെ എൻട്രി പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ടിപ്പിക്കൽ ഗ്രാമത്തിൻ്റെ ഇടയിൽ കൂടെ സഞ്ചരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ കൊള്ളാം. ആർക്കെങ്കിലും ഇതൊരു ശിവന്റെ അമ്പലമോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റിയേക്കുക. ഇതെന്ന് പറയുന്നത് യോഗ, മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു യോഗ സെന്റർ ആണ്. പിന്നെ ആദിയോഗിലോട്ട് ആർക്കൊക്കെ വരാമെന്ന് ചോദിച്ചാൽ ഇവിടോട്ട് ആർക്ക് വേണമെങ്കിലും വരാം. പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരാണ് ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് പല ഉദ്ദേശങ്ങളായിരിക്കും. ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് യാത്ര ഇഷ്ടമാണ്, ഞാൻ ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നു, എനിക്കും കുറച്ച് എന്താ പറയുക, നമുക്ക് ലൈഫിൽ കുറച്ച് ഒരു പീസ്ഫുൾ മൈൻഡായിട്ടൊക്കെ ഇരിക്കണം. ആ ഒരു മൈൻഡൊക്കെ കുറച്ച് നേരം ഒരു സമാധാനത്തോടെ വന്നിരിക്കാൻ വേണ്ടി സ്ഥലം വിസിറ്റ് ചെയ്യാം. അല്ലാതെ എന്താ പറയുക, നല്ല കുറച്ചുകൂടെ സ്പിരിച്വലിയും അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ ധ്യാനത്തിലേക്കും അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നല്ല രീതിയിൽ എന്താ എക്സ്പീരിയൻസ് ചെയ്യാനും അതിലേക്ക് ഇറങ്ങി ചെല്ലാനും വേണ്ടി ഈ സ്ഥലത്തോട്ട് വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ എത്തിക്കുന്നത് ജൂലൈ 5-നാണ്, അതായത് വെള്ളിയാഴ്ചയാണ്. സോ ശനി ഞായറൊന്നും അല്ലാത്തതുകൊണ്ട് അധികം തിരക്കൊന്നും കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 6 മണിക്ക് ഇവിടെ ഓപ്പൺ ആവും. അതുപോലെ തന്നെ രാത്രി 8 മണി വരെ നമുക്കിവിടെ എൻട്രി ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമുക്ക് ആദിയോഗിലോട്ട് കയറാൻ വേണ്ടി എൻട്രി ഫീയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ബൈക്ക് പാർക്കിംഗ് ഒരു 10 രൂപ ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാറിന് എനിക്ക് തോന്നുന്നു 50 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ, അപ്പം തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറി ബൈക്ക് പാർക്ക് ചെയ്യാൻ.
ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1/2 കിലോമീറ്ററോളം നടന്നു വേണം നമ്മൾ ആദ്യോഗി ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്താൻ വേണ്ടി. അപ്പോൾ ചെന്നിറങ്ങിയപ്പോഴൊക്കെ നല്ല കിടിലം ഒരു ആംബിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല പീസ്ഫുൾ ആയിട്ട്, നല്ല എന്താ പറയുക, ആ ഒരു അറ്റ്മോസ്ഫിയറെ ഭയങ്കര കിടിലമായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ടാവാം, അറിയില്ല, ബാക്കി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നീലഗിരി ബയോസ്ഫിയർ നാഷണൽ റിസർവ് ഫോറസ്റ്റിൽ പെടുന്ന സൗത്ത് കൈലാഷ് എന്നറിയപ്പെടുന്ന വെള്ളിയാങ്കിരി ഹിൽസിൻ്റെ താഴെയാണ് ഈ ഇഷ ഫൗണ്ടേഷൻ്റെ യോഗ സെൻറ്ററും നമ്മുടെ ഈ ആദ്യോഗി ശിവ സ്റ്റാച്ചു ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നൺ അതർ ദാൻ നമ്മുടെ സദ്ഗുരു ആണ്. ഈ സ്ഥലത്തോട്ട് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് എനിക്കും മനസ്സിലായത് ഇത് സദ്ഗുരുവിൻ്റെ ആണ് ഈ ഇഷ ഫൗണ്ടേഷൻ, ഈ ആദ്യോഗി സ്റ്റാച്ചു എന്നൊക്കെ ഉള്ളത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇഷ ഫൗണ്ടേഷൻ, ഈ ആദ്യോഗി ശിവ സ്റ്റാച്ചു, ഇത്രയും വലിയൊരു സ്റ്റാച്ചു പണിഞ്ഞതിൻ്റെ ഉദ്ദേശം തന്നെ ആൾക്കാരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. സോ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുമുണ്ട്. ബട്ട് ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ സ്പിരിച്വലി ഉള്ള കുറേ കാര്യങ്ങൾ, യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഇവിടുത്തെ ആശ്രമത്തിലാണ്, അത് ഇതിൻ്റെ പുറകിലാണ്. അതൊക്കെ നമ്മൾ വഴിയെ വീഡിയോയിൽ പറയുന്നത്. ഏകദേശം 150 ഏക്കറോളം സ്ഥലത്താണ് ഈ ഇഷ ഫൗണ്ടേഷൻ്റെ ആശ്രമവും ഈ ആദ്യോഗി ശിവ സ്റ്റാച്ചു ഒക്കെ നിർമ്മിച്ചേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ നിർമ്മാണം കാരണം കുറേ ഫോറസ്റ്റ് ഏരിയ നഷ്ടപ്പെട്ടതായും അതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ തുടക്ക സമയത്ത് ഉണ്ടായിരുന്നതായും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതിയോഗി, ആദ്യത്തെ യോഗി അല്ല ആദ്യത്തെ ഗുരു ആയി നമ്മൾ ശിവനെ കണക്കാക്കപ്പെടുന്നു. അതാണ് ഈ സ്കൾപ്ചറിന് അതിയോഗി എന്നുള്ള പേരിടാനുള്ള ഒരു കാരണം. അതുപോലെ തന്നെ നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ദ ലാർജസ്റ്റ് ബെസ്റ്റ് സ്കൾപ്ചർ ഇൻ ദ വേൾഡ് എന്ന ഇടം പിടിച്ച ഒരു സ്റ്റാച്ചു ആണ് ഈ അതിയോഗി. നമ്മുടെ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് വേണം ഈ ആദ്യോഗി ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്തോട്ട് കയറാൻ വേണ്ടി. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ഉച്ച സമയമായി, നല്ല രീതിയിൽ കാല് പൊള്ളി കയറുന്നുണ്ട്, നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ഏകദേശം 112 അടിയോളമാണ് ഈ ആദ്യോഗി ശിവ സ്റ്റാച്ചുവിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അതുമല്ല ഇത് മൊത്തത്തിൽ സ്റ്റീൽ കൊണ്ടാണ് പണിഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു മാല ഈ ശിവൻ്റെ സ്റ്റാച്ചുവിന് ഇട്ടിട്ടുണ്ട്. ആ മാല ഫുള്ളി ഒറിജിനൽ രുദ്രാക്ഷം കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഈ സ്ഥലം ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് എന്തായാലും ഒരു എന്താ പറയുക, ഒരു കിടിലം ഫീൽ ആയിരിക്കും ഇവിടെ നിൽക്കുന്നത്. കാരണം ഈ സ്റ്റാച്ചു സംഭവം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ടും തമ്മിൽ ഷെയർ ചെയ്ത കാര്യം ഇതാണ്. ഇതൊരു മാസ്റ്റർ പീസാണ് ഈ സ്റ്റാച്ചു പണിഞ്ഞേക്കുന്നത്. പിന്നെ ഈ സ്ഥലം ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയെ നല്ല അടിപൊളിയാണ്. പക്കയായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഫോറസ്റ്റ് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് സ്ഥലം എക്സ്ട്രീംലി ഒരു ഡിഫറെൻറ്റ് ഏരിയ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ആശ്രമത്തിലെ വിശേഷങ്ങളെക്കുറിച്ച് പറയാം. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് ആശ്രമം വരെ. നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാം, അല്ലെങ്കിൽ കാളവണ്ടിയിൽ പോകാം, അല്ലെങ്കിൽ ബസ് സൗകര്യമാണെങ്കിലും ഉണ്ട്. അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യത്തുള്ളൂ. ഞങ്ങൾ പോകാൻ തിരഞ്ഞെടുത്തത് കാളവണ്ടിയിലാണ്. കാരണം ഇതുവരെ അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സംഭവമാണ്. 10 രൂപയാണ് ഒരാൾക്ക് കാളവണ്ടിയിൽ ആശ്രമം വരെ ചെല്ലാനുള്ള ഫീസ്. പക്ഷേ ഉള്ള കാര്യം തുറന്നു പറയാലോ, കാളവണ്ടി കയറി യാത്ര തുടങ്ങിയതിന് ശേഷം എടുത്ത തീരുമാനം ഭയങ്കര മോശമായി പോയെന്ന് എനിക്ക് തോന്നി. കാരണം അതിനെ അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് തോന്നിയില്ല. ഇതിലും ഭേദം നടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ആശ്രമത്തിനുള്ളിലേക്ക് നമുക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അതെല്ലാം ഡെപ്പോസിറ്റ് കൗണ്ടറിൽ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പുറമേയുള്ള കാഴ്ചകൾ പകർത്തിയതിലൂടെയായിരിക്കും ഞാൻ അകത്ത വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കാളവണ്ടിയിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തൊരു ഡെപ്പോസിറ്റ് കൗണ്ടർ ഉണ്ട്. ഞാൻ എൻ്റെ ഫോണെല്ലാം ബാഗിനകത്ത് ആക്കിയതിന് ശേഷം ബാഗ്, ഹെൽമെറ്റ് കാര്യങ്ങളെല്ലാം ഡെപ്പോസിറ്റ് കൗണ്ടറിൽ ഏൽപ്പിച്ചു. നമ്മുടെ പേര്, ഫോൺ നമ്പർ, അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം അവർ വാങ്ങും. തിരിച്ച് നമുക്കൊരു ടോക്കൺ തരും. പെണ്ണുങ്ങളുടെയൊക്കെ പാദസരം വരെ നമ്മൾ അവിടെ ഏൽപ്പിച്ചിട്ട്, അതായത് ആശ്രമത്തിനകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. തൊട്ടടുത്തായിട്ടൊരു ചെരുപ്പിൻ്റെ കൗണ്ടറുണ്ട്. ചെരുപ്പും നമ്മൾ അവിടെ നിക്ഷേപിച്ചതിന് ശേഷം നമുക്കൊരു ടോക്കൺ തരും. സാധനങ്ങളെല്ലാം അവിടെ സേഫാണ്. തിരിച്ച് നമ്മൾ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഈ ടോക്കൺ കൊടുക്കുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അവർ തിരിച്ചു തരും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പേഴ്സും കാര്യങ്ങളെല്ലാം ബാഗിൽ വെച്ച് ഡെപ്പോസിറ്റ് കൗണ്ടറിൽ കൊടുത്ത ആൾക്കാർ കുറച്ച് പൈസ കയ്യിലെടുത്ത് വെച്ചിരിക്കണം. അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ ഇവിടുന്ന് നേരെ പോയത് സൂര്യകുണ്ടിലേക്കാണ്. ഇവിടെ 2 സ്ഥലമുണ്ട്, സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും. സൂര്യകുണ്ടിനകത്ത് നമ്മൾ ആണുങ്ങൾക്ക് കുളിക്കാനും ചന്ദ്രകുണ്ടിൽ അത് പെണ്ണുങ്ങൾക്ക് കുളിക്കാനുമുള്ളൊരു സ്ഥലമാണ്. ഞാനിപ്പോൾ ചെറിയൊരു എമൗണ്ട് കൈ കരുതണമെന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഞാനിപ്പോൾ സൂര്യകുണ്ടിലോട്ട് കുളിക്കാൻ പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എൻട്രി ഫീ ആയിട്ടൊരു 10 20 രൂപയുണ്ട് ഒരാൾക്ക്. ഞാനിപ്പോൾ പേഴ്സും പൈസ എല്ലാം കൂടെ ബാഗിനകത്താക്കി ഡെപ്പോസിറ്റ് കൗണ്ടറിൽ വെച്ചേക്കുവാണെങ്കിൽ എനിക്കവിടെ പൈസ അടയ്ക്കാൻ പറ്റത്തില്ല, എനിക്കവിടെ കയറാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ചെറിയൊരു എമൗണ്ടെങ്കിലും കൈ കരുതണമെന്ന് ഞാൻ പറഞ്ഞത്. സപ്പോസ് നമ്മളിപ്പോൾ സൂര്യകുണ്ടിലോട്ട് കുളിക്കാൻ ചെന്നു, നമ്മുടെ കയ്യിൽ കുറേ നല്ല അത്യാവശ്യം എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അവിടെ സേഫ് ആയിരിക്കില്ല എന്ന് അവർ തന്നെ നമ്മളോട് പറയാറുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ പേഴ്സും കാര്യങ്ങളൊക്കെ ആയിപ്പോയെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. അവിടെ അടുത്ത് തന്നെ വേറെയും ഡെപ്പോസിറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്. അവിടെ പോയി നമുക്ക് പേഴ്സും കാര്യങ്ങളും ഈവൻ നമ്മുടെ ബൈക്കിൻ്റെ താക്കോല് പോലും അവിടെ നമുക്ക് കൗണ്ടറിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നേരെ സൂര്യകുണ്ടിലോട്ട് ചെന്നു, എൻട്രി ഫീ എടുത്തു, അകത്ത് കയറി. അവർ നമുക്ക് ടവലൊക്കെ തരും.
പിന്നെ അവിടെ കുറേ ഷെൽഫുകളുണ്ട്. നമ്മുടെ സ്വന്തം ഡ്രസ്സ് ഊരി അവിടെ വെക്കാം. ടവൽ ഉടുത്തതിന് ശേഷം അവിടെ കുറേ ഷവറുകളുണ്ട്. ആ ഷവറിൽ നിന്ന് നമ്മൾ കുളിക്കണം. അവിടുന്ന് കുളിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സൂര്യകുണ്ടിൽ ഇറങ്ങി കുളിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ സൂര്യകുണ്ടും ചന്ദ്രകുണ്ടൊക്കെ ഒരു എനർജി പൂൾസ് ആയിട്ടാണ് ഇവർ പറയുന്നത്. അതായത് നമ്മളിവിടെ ഇറങ്ങി കുളിച്ചതിന് ശേഷം നമുക്കൊരു എനർജി ഫീൽ ചെയ്യുന്ന പോലെ തോന്നും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഈ സൂര്യകുണ്ടിലാകട്ടെ 3 ശിവലിംഗമൊക്കെ ഉണ്ട്. നമുക്ക് മുങ്ങി കുളിച്ചിട്ട് അതിന് വലം വെക്കുകയൊക്കെ ചെയ്യാം. അത്യാവശ്യം നല്ല തണുപ്പാണ് ഈ സൂര്യകുണ്ടിലെ വെള്ളത്തിന്. ഈ ആശ്രമത്തിനുള്ളിൽ അവർ കംപ്ലീറ്റ് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട്, ധ്യാനലിംഗ അതുപോലുള്ള സ്ഥലങ്ങളിൽ ഇതിനകത്ത് ഇഷ്ടം പോലെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അതായത് ഫോറിനേഴ്സ് ഉൾപ്പെടെ. അവർ നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതും പലരും ബോർഡും കൊണ്ട് നടപ്പുണ്ട് കീപ് സൈലൻസ് എന്ന് എഴുതി വെച്ചേക്കുന്നത്. അത്രയ്ക്ക് സൈലൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ ആശ്രമത്തിനുള്ളിൽ. അങ്ങനെ ഞങ്ങൾ സൂര്യകുണ്ടിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഈ ഇഷ ഫൗണ്ടേഷൻ്റെ ഈ സ്ഥലത്ത് വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത്. ബാക്കി ഒട്ടുമിക്ക ആൾക്കാരും വോളണ്ടിയേഴ്സ് ആണ്. അതിൽ ഫോറിനേഴ്സ് വരെ ഉണ്ട്. ഇവരൊക്കെ ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നവരാണ്. അത് ഈ ട്രിവാൻഡ്രത്ത് വരെ നടക്കാറുണ്ട്. ഈ ഇന്നർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആർക്ക് വേണമെങ്കിലും ഇഷയുടെ ഫൗണ്ടേഷൻ്റെ ഈ ആദ്യം ഈ സ്ഥലത്ത് വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കാം. അതിൽ പെണ്ണോ ആണോ മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യനോ അങ്ങനെ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കാം. സത്യം പറഞ്ഞാൽ അവരോട് ഞാൻ എന്തെങ്കിലും ഡൗട്ടോ അല്ലെ എൻക്വയറിയൊക്കെ നടത്തിയപ്പം അവരുടെ ഒരു കാമും പീസ്ഫുൾ ആയിട്ടൊരു റിപ്ലൈയും ആ ഒരു ബോഡി നേച്ചർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എന്തായാലും ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞ് ഞാൻ ചിന്തിച്ചു, സ്കാം ആണെന്ന് പറഞ്ഞ് ചിന്തിച്ചു. കാരണം അത്രയ്ക്ക് ഒരു പീസ്ഫുൾ ആൻഡ് കാമാണ് അവരെല്ലാവരും. ചിലപ്പോൾ അവർ അത്രയും നാളത്തെ മെഡിറ്റേഷൻ കൊണ്ട് ആർജിച്ചെടുത്ത ഒരു കഴിവായിരിക്കും അത്. ഇനി ഞാൻ പോകാൻ പോകുന്നത് ധ്യാനലിംഗയിലേക്കാണ്. ഇതൊരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കംപ്ലീറ്റ് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ലൈഫിൽ കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കണം, എല്ലാം മറന്ന് സ്വസ്ഥമായിട്ടിരിക്കണം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുമായിട്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യുക. ഞങ്ങൾ അങ്ങനെ ധ്യാനലിംഗയുടെ ഉള്ളിലേക്ക് പോയി. അതിന്റെ ഷേപ്പ് എങ്ങനെ പറയണമെന്ന് വെച്ചാൽ ഇഗ്ലു അതുപോലൊക്കെ. ഞാൻ എന്തായാലും അതിന്റെ ഒരു ഇമേജ് ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. അതിനുള്ളിലേക്ക് പോയി. ഇവിടെ കംപ്ലീറ്റ് സൈലൻസ് ആണ് കേട്ടോ. ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇഷ്ടം പോലെ വോളണ്ടിയേഴ്സും കാര്യങ്ങളും അതിനകത്തുണ്ട്. നമ്മൾ ശബ്ദമൊക്കെ ഉണ്ടാക്കിയാൽ അവർ നമ്മുടെ അടുത്ത് മിണ്ടാതിരിക്കാനും സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ അടുത്ത് പറയും. അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളായിട്ടൊക്കെ ഇതിനുള്ളിലേക്ക് ചെന്നിട്ട് കുഞ്ഞുങ്ങൾ സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ അടുത്ത് വെളിയിൽ പോകാനൊക്കെ അവർ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. അത്രയ്ക്ക് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലമാണ്. പല ആൾക്കാരും കൂടുതൽ ആൾക്കാർ ഇതിൽ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഇരിപ്പുണ്ട്. നമ്മളെ പോലുള്ള ഇങ്ങനെ സ്ഥലം കാണാൻ വന്നവർക്കും നമുക്ക് എത്ര നേരം വേണമെങ്കിൽ അതിനകത്ത് മെഡിറ്റേഷൻ ചെയ്ത് സ്വസ്ഥമായിട്ട് അതിനകത്ത് ഇരിക്കാം. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത്. സ്വസ്ഥമായിട്ട് നമ്മൾ മനസ്സുകൊണ്ടൊന്ന് പീസ്ഫുൾ ആയിട്ട് അതിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണ്. ഇവിടെ വരുന്നത് എന്തായാലും ധ്യാനലിംഗയിൽ ഉള്ളിലേക്ക് കയറണം. കുറച്ച് നേരം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് കണ്ണൊക്കെ അടച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ ഒന്ന് ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും മറന്നൊന്ന് സ്വസ്ഥമായിട്ടിരിക്കണം. എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ധ്യാനലിംഗ വെളുപ്പിനെ 6 മണി തൊട്ട് 8 മണി വരെ ഓപ്പൺ ആണ്. പിന്നെ അവിടെ ഒട്ടനവധി കാര്യങ്ങൾ കാണാനുണ്ട്. അതിലെടുത്ത് പറയുകയാണെങ്കിൽ ലിംഗഭൈരവി ഉണ്ട്, പിന്നെ ഫ്രീ യോഗ സെക്ഷൻസ് ഉണ്ട്. അതായത് 9:30 to 4 മണി വരെ. അതൊക്കെ ഓരോ ബാച്ചായിട്ടാണ് അവർ അതിനകത്തോട്ട് കയറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് കുറേ ആൾക്കാർ അവിടെ കാണാൻ സാധിക്കും. യോഗ ചെയ്യുന്നവരെയും മെഡിറ്റേഷൻ ചെയ്യുന്നവരെ. ഈ ഇഷ ഫൗണ്ടേഷൻ്റെ ഈ ആദിയോഗി ഈ സ്ഥലത്തെ പറ്റിയും ഇതിനകത്തെ കുറേ കാര്യങ്ങൾ ഇതിനുള്ളിലെ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ പറഞ്ഞാൽ കറക്റ്റ് ആവില്ല. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് മാത്രം പറയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഞങ്ങൾ ആശ്രമത്തിൽ നിന്ന് പെതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ ലഗേജ് എല്ലാം ടോക്കൺ കൊടുത്ത് തിരിച്ച് വാങ്ങിച്ചതിന് ശേഷം നടന്ന് തിരിച്ച് ആദിയോഗി ശിവ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോകാൻ തീരുമാനിച്ചു. ഇനി ഒരു 7 മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്തിനാണെന്നോ? നമ്മുടെ ആദിയോഗി ശിവ സ്റ്റാച്യൂയിലെ ലേസർ ഷോയ്ക്ക് വേണ്ടി. അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അതുകൂടെ കണ്ടു കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് റിട്ടേൺ വരാൻ. ട്രിവാൻഡ്രത്ത് നിന്ന് കോയമ്പത്തൂർ വരെ വന്ന ഈ യാത്ര പൂർണ്ണമാവണമെങ്കിൽ ആ ലേസർ ഷോയും കൂടെ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. ദർശനം இன்னும் கொஞ்ச நேரத்துல ஆரம்பிக்க இருக்கு. எல்லாரும் சீட்டிங் ஏரியால வந்து அமருமாறு கேட்டுக்கொள்கிறோம். ഇവിടെ ഇങ്ങനെ ഇരുന്ന് വേണം നമ്മുടെ ഈ ലേസർ ഷോ കാണാൻ വേണ്ടി. ഒരു 7 മണി ആകുമ്പോഴത്തേനും ഈ ലേസർ ഷോ സ്റ്റാർട്ട് ചെയ്യും. കൃത്യം പറഞ്ഞ ഒരു 7:20 7:30 ആവും. 7 മണി കഴിയുമ്പോഴത്തേനും ഇവരുടെ ഒരു ഭക്തിഗാനം പോലത്തെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നേരെ ലേസർ ഷോയുടെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പം കാണുന്ന ഒരു ആംബിയൻസേ അല്ല. ഒരു 7:30 ആകുമ്പോഴത്തേന് അത്യാവശ്യം ഇരുട്ടാവും. പുറകിലെ ആ മലകളും കാർമേഘങ്ങളും ഇത് എല്ലാം കൂടെ ചേർന്ന് ഇതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്.
എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഒറ്റ കാര്യമാണ്, നിങ്ങൾ ഈ ആദ്യമൊക്കെ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ മസ്റ്റായിട്ടും ധ്യാനലിംഗയും ഈ ലേസർ ഷോയും അത് മിസ്സാക്കരുത്. നിങ്ങൾ എന്തായാലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട വൺ ടൈം എങ്കിലും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ് ഈ ലേസർ ഷോ. അതിൽ നിങ്ങളുടെ എന്താ പറയുക, ജാതിയോ മതമോ അങ്ങനെ അതൊന്നും വെച്ച് ഞാൻ പറയില്ല. അതൊക്കെ കളയാം. അതൊന്നും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമല്ല, ജാതി മതം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അല്ലാതെ എന്താ പറയുക, ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ജസ്റ്റ് ഈ ഒരു ലേസർ ഷോ ലൈഫിൽ എന്തായാലും വൺ ടൈം എങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയും കിടിലൊരു ഒരു സാധനമാണിത്. സോ ഇതോടെ ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ക്ഷമിക്കണം, പറഞ്ഞപ്പോൾ വീഡിയോ അത്യാവശ്യം ലെന്തി ആയിപ്പോയി. സോ എന്തായാലും ഇനി അടുത്തൊരു ട്രാവൽ വീഡിയോയിൽ കൂടെ കാണാം. ബൈ.